ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഹാർഡ് കോറിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലോട്ടാണ് വന്നിരിക്കുന്നത്. എപ്പിസോഡ് കണക്കൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മൾ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഈ തുളയുടെ അടിയിൽ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി, ഒരു ചെറിയ വീടല്ല ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് ഈ മരമൊക്കെ നോക്കി ഇങ്ങനെ സൂചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഇറങ്ങിപ്പോകാമെന്നൊക്കെ വിചാരിച്ച് ഒക്കെ ഞാൻ വീടിൻ്റെ അകം കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ, ചെറിയൊരു സെറ്റപ്പ്. ബെഡൊക്കെ സെറ്റായി, കുറച്ച് സ്മെൽറ്റ് ചെയ്ത് കുറച്ച് ഭക്ഷണമൊക്കെ വറുത്തെടുത്തു. പിന്നെ ഇങ്ങനെ വെച്ചപ്പോൾ കൃഷിയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു ഹോ ഉണ്ടാക്കിയാലെന്ന് വെച്ചപ്പോൾ 2-3 ഒരു ഹോ ഉണ്ടാക്കി. ഈ പോജാവ് ലോഞ്ചറിൻ്റെ ഒരു പ്രശ്നം ഏതെന്ന് വെച്ചാൽ കുറച്ച് ലാഗുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്പേസൊക്കെ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സ്പേസ്. ഇവിടെ ഒക്കെ നമുക്ക് ഒന്ന് കൃഷി ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഷീപ്പിനെയൊക്കെ റിയർ ചെയ്യാൻ വളർത്താറുണ്ട്. അപ്പം അതിനുവേണ്ടിയൊക്കെ നല്ല വീറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ബ്രെഡ്. നമ്മളിനി വില്ലേജ് കണ്ടുപിടിക്കുവാണെങ്കിൽ തന്നെ വില്ലേജ് കണ്ടുപിടിക്കുന്നതായിരിക്കും ചിലപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത്. ഭയങ്കര റയർ കണ്ടൻറ്റുകളാണ് എടുത്തത്, അതുകൊണ്ട് സീനായിരിക്കും. വെള്ളമൊക്കെ വെറ്റ് സാൻഡ് ആവുന്നുണ്ട്, നല്ലപോലെ വെള്ളം കയറി പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കളിട്ടിട്ട് കാണാം ഗൈസ്. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളിന്നൊരു വീട് സെറ്റാക്കാൻ പോകണം. ബിക്കോസ് നമ്മൾ ഇത്ര നാളും കുടിലും ഇവിടെയൊക്കെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞാനൊരു ക്ലീൻ ആക്കുന്ന വീഡിയോ ഫുള്ളി കാണിക്കുന്നത്, ബിക്കോസ് നല്ല ലെങ്ത് ആയിരിക്കും വീഡിയോന്. പിന്നെ നാട്ടുകാരൊന്നും കാണത്തില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക, എല്ലാവരോടും ലൈക്ക് ചെയ്യുക വീഡിയോ. അപ്പോൾ നമ്മൾ ഈ സ്പേസിലാണ് വീട് സെറ്റാക്കുന്നതും നമ്മൾ കാണിക്കില്ല. ബിക്കോസ് വീടിൻ്റെ ട്യൂട്ടോറിയൽ പോലും നല്ല സംസാരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു വീട് സെറ്റാക്കുന്നതേ ഉള്ളൂ. വലിയ വീടൊന്നും അല്ല, എല്ലാവരും സെറ്റാക്കുന്നത്. മൈൻക്രാഫ്റ്റിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ടൈപ്പ് വീടുകളൊക്കെയാണ്. അതിന് നമുക്ക് ആദ്യം നമ്മുടെ റിസോഴ്സസ്, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ വീടൊക്കെ അടച്ച് മൂടാം. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ടിറങ്ങി നമ്മുടെ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. വളരുന്നത് കാണുന്നില്ല, വെറ്റാകുന്നുണ്ട്. സാൻഡൊക്കെ വെറ്റാകുന്നുണ്ട്. അത് പെട്ടെന്നാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്ലാൻ പോലെ സെറ്റാകണം. ബിക്കോസ് നമ്മൾ ആദ്യം ഒരു റൂട്ട് പോലെ വരച്ചിട്ട് അങ്ങനെയാണ് സെറ്റാകാൻ നോക്കുന്നത്. പിന്നെ ഈ അടിയിലത്തെ സാൻഡ് കുറച്ചെടുത്ത് മാറ്റി അവിടെ കുറച്ച് ഹൈറ്റ് നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ വുഡിന് കുറച്ച് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നോക്കാം. ഞാൻ പറഞ്ഞുതരാം. അടിയിൽ ഡേർട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ലെയറും നമുക്ക് വീടിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാം. അത് പിന്നെ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെയാണ്. അപ്പോൾ നമ്മൾ എടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലൊരു കോൺ പോലെ, മുന്നോട്ട് ഭയങ്കര കൂർത്തിരിപ്പില്ല, ഒരു പരന്ന കോൺ പോലെ സെറ്റാക്കാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വുഡും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ട് നമ്മൾ കുറച്ച് വുഡ് എടുക്കാമെന്നാണ്. നമ്മളവിടെ പാട്ടൊന്നും ഇടാഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സീനായിരിക്കും. അങ്ങനെ കുറച്ച് വള്ളിയാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ പാട്ടിടാഞ്ഞത്. നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വുഡൊക്കെ ഒന്ന് പെറുക്കിയിട്ട് കാണാം ഗൈസ്. നമ്മൾ വീട് കുറച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മേൽക്കൂര പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ താഴെ ഒന്ന് വീണു. ബിക്കോസ് ഇത് കയറാൻ നല്ല പാടാണ്. അപ്പോൾ കുറച്ച് ക്ലച്ചടിച്ച് കയറാമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും നടക്കണില്ല. ഫുള്ള് വള്ളി സാധനം. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ പില്ലർസ് പോലെ വെച്ചിട്ടാണ് കയറണത്. പക്ഷെ ലാഗ് കുറച്ച് കുറവുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കോണർ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ കോൺ പോലെ സെറ്റാക്കിയെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ എങ്ങനെ സ്റ്റെപ്പ് വെക്കും എന്നൊരു ആലോചനയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെച്ചേക്കാം. ബിക്കോസ് ഞാൻ അങ്ങനെ മടക്കിക്കൊണ്ട് വരുമ്പോൾ തന്നെ നല്ല സമയമെടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം നമ്മളൊരു 2 ലെയർ വെക്കും. 2 ലെയർ വെക്കുക എന്ന് വെച്ചാൽ 2 ലെയർ മേൽക്കൂര വെക്കും. എന്നിട്ട് മേൾ ഫുൾ അടയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതങ്ങനെ കണ്ടിട്ട് അവിടെ നമ്മൾ വീട് ഫുൾ എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് കുറച്ച് ലാഗും കാര്യങ്ങളും റെക്കോർഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ വീട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് അകത്തോട്ട് ചെല്ലുമ്പോൾ കാണാം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, അവിടെ കണ്ടായിരുന്നു നിങ്ങൾ. തൊട്ട് ചെല്ലുമ്പം നമുക്ക് കാണാം. ഡേർട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുക്കും, അടിയിലത്തെ ഭാഗം. ബിക്കോസ് നമ്മൾ തലമുട്ടത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നല്ല. ബിക്കോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി ബെഡ് ഇടില്ല, പുറത്ത് തന്നെ ബെഡുള്ളൂ. ബിക്കോസ് ഇതിൻ്റെ അകം ഞാൻ ഒരുമാതിരി സ്റ്റോറേജ് ഏരിയ പോലെ. പിന്നെ ഇവിടെ ഗ്ലാസ് ഒക്കെ ഇടണം, ഇനി അതിന് സാൻഡൊക്കെ എടുക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ആൾക്കാരിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് തെറി വിളിക്കാതെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുക. ഇതാണ് ഞാൻ പറഞ്ഞ രീതി. നല്ല ഹൈറ്റ് തോന്നിക്കും ഈ ഒരു ഡേർട്ടിൻ്റെ ഭാഗം. ഈ ഡേർട്ടിൻ്റെ ഭാഗം എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഡിസൈൻ ആക്കണം. അതുകൂടെ ചെയ്യാനുള്ളൂ. ബിക്കോസ് നമുക്ക് വലിയ ഹൈറ്റ് തോന്നിക്കത്തില്ല, പക്ഷേ അകത്തിലും നല്ല ഹൈറ്റുമാണ്. എനിക്ക് ഹൈറ്റുള്ള വീട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്. നൈസാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.